പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 7 വർഷം പിന്നിടുമ്പോഴും പുനരധിവാസം ദുരിതമായി മാറിയെന്ന പരാതിയുമായി ദുരന്തബാധിതർ. പുനരധിവാസത്തിന്റെ ഭാഗമായി മേപ്പാടി പൂത്തക്കൊല്ലിയിലെ ഹർഷം പദ്ധതിയിൽ നിർമ്മിച്ചു നൽകിയ വീടുകൾ താമസയോഗ്യമല്ലെന്നാണ് പരാതി. വീടുകളിലെ ചോർച്ചകൾ അടിയന്തരമായി പരിഹരിക്കുക, സമഗ്രമായ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ദുരന്തബാധിതർ ഇന്ന് പുത്തുമലയിൽ പ്രതിഷേധിക്കും. ഷഹദ് റഹ്മാനുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, ദുരന്തത്തെ അതിജീവിച്ചു വന്നവരാണിവർ. ഇപ്പോഴും ആ അതിജീവന പാതയിൽ തന്നെയാണ്. അവരുടെ വീടുകളിലടക്കം നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും പുനരധിവാസം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്? അവരുടെ പരാതികൾ എന്താണ് കേൾക്കാത്തത് ഷഹദ്? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹർഷം എന്ന് പേരിട്ട പദ്ധതി പ്രകാരമാണ് അവിടെ അന്ന് ഈ രക്ഷപ്പെട്ട, അതായത് ഈ അന്നത്തെ ഈ ദുരന്തത്തിൽ രക്ഷപ്പെട്ട അല്ലെങ്കിൽ അതിജീവിച്ച ആളുകൾക്കായിട്ട് അന്ന് സർക്കാർ വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് തുടർച്ചയായിട്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ന് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഈ ഹർഷം പദ്ധതിയിൽ അവിടെയുള്ള ആളുകൾക്ക് താമസിക്കാൻ പറ്റില്ല എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നത്. കാരണം ഇതിനു മുൻപും അതിന്റെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വന്നതാണ്. അവിടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തതാണ്. കാരണം അവിടെ ചോർന്നൊലിക്കുന്നു, ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെയില്ല. പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അവിടെ വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ചൂരൽമല ദുരന്തമൊക്കെ നടന്ന സമയത്ത് ടൗൺഷിപ്പ് പോലെ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയാണ് അന്ന് അവിടെ നിന്നും വീണ്ടും അതിജീവിച്ച ആളുകൾക്കായിട്ട് സർക്കാർ നിർമ്മിച്ചു നൽകിയത്. എന്നാൽ പുത്തുമലയിലെ ആളുകളോട് വലിയ രീതിയിലുള്ള ഒരു അവഗണന കാണിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും അവിടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചൂരൽമലയിൽ അവിടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നിലവിലുള്ള സൗകര്യങ്ങൾ അത് മെച്ചപ്പെടുത്തുക എന്ന ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം നിലവിൽ അത് വാസയോഗ്യമല്ല. മാത്രവുമല്ല, തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്, ചോർന്നൊലിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങാനുള്ള ഒരു അന്തരീക്ഷം നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഇല്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് ആദ്യമായിട്ടല്ല അവർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇതിനു മുൻപും പലതവണ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയോ ഈ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണയെങ്കിലും ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധ, അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു, ഇത്തവണയെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധ വേണം എന്ന കാര്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പ്രതിഷേധവുമായി വീണ്ടും ഇവർക്ക് ഈ ചൂരൽമലയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതാണ് 7 വർഷമാവുകയാണ് പുത്തുമല ദുരന്തത്തിന്. ഇപ്പോഴും പുനരധിവാസം അതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണ് ദുരന്തബാധിതർ. കൃത്യമായ നടപടികൾ എടുക്കണം. പുതിയ സർക്കാർ അടക്കം വന്ന സാഹചര്യത്തിൽ അവരുടെ പരാതികൾ, മുൻപും പരാതികൾ പറഞ്ഞിരുന്നു, ഇപ്പോഴും പരാതികൾ പറയുകയാണ്. അത് കേൾക്കണമെന്നാണ് ദുരന്തബാധിതരുടെ ആവശ്യം. ഇന്ന് പുത്തുമലയിൽ പ്രതിഷേധമുണ്ട്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.